കാർത്തി, നീ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. സുഖമാണോ നിനക്ക്? ആടാ, സുഖം. നിനക്കോ? സുഖമാണ്. ആടാ, പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. മാർച്ച് 30-ന് റൌഫ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. നീ വരണം. ഞാൻ വരാം മാളു. ശരിയടാ, എന്നാൽ ഞാൻ വെക്കുവാ. ഓക്കെ, ബൈ ഡി. അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ പഴയതൊക്കെ മറന്നോ? ഏയ്, ഇല്ല. അവളൊന്നും മറന്നിട്ടുണ്ടാവില്ല. അതൊക്കെ മറന്നുവെങ്കിൽ അവൾ ആ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യില്ലായിരുന്നോ? ആ പഴയ പ്ലസ് ടുക്കാരിക്ക് അവളുടെ കാർത്തിയോട് ഇത്ര പെട്ടെന്ന് പറഞ്ഞു വെക്കാനാവില്ല. അല്ലേലും അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. എല്ലാ പിണക്കങ്ങൾക്കും ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ചു. പഴയതിനേക്കാൾ കൂടുതൽ അടുത്തു. പഴയതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അവളെനിക്ക് മറ്റാരേക്കാളും പ്രിയപ്പെട്ടവളായി. അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും എന്നെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാക്കി. അവളെൻ്റെ കാമുകിയല്ല എന്നൊരു കുറവ് മാത്രമായിരുന്നു ആകെ എനിക്കുണ്ടായിരുന്ന ഒരു വിഷമം.